ബന്ധുക്കോസ്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പോഴും ആ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിൽ തന്നെയാണ്. അപ്പൊ എല്ലാവരെയും സ്നേഹത്തോടെ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് അല്ല, ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഒരു പഠനയാത്ര. നമ്മൾ ആദ്യത്തെ ഭാഗം ഈ ബുക്കിന്റെ ആന്റണി പഗാനി അച്ഛന്റെ മനുഷ്യന്റെ രക്ഷയും പൂർണ്ണതയുമാകുന്ന നിധി എന്ന ബുക്കിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് മാനസാന്തരത്തിന് വേണ്ടി, അതായത് നവീകരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരു യഥാർത്ഥ അനുതാപം ആവശ്യപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു യഥാർത്ഥ അനുതാപത്തിലേക്ക് കടന്നു പോകേണ്ടതെന്നാണ് നമ്മൾ ഇപ്പം വായിച്ച് നമ്മൾ വിചിന്തനം നടത്താൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ആദ്യത്തെ ആ ഒരു ഒറ്റ ലൈനും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫും ഒന്ന് വായിക്കാവോ? യഥാർത്ഥ പറഞ്ഞു. യഥാർത്ഥ അനുതാപം. മാനസാന്തരത്തിനായി ദൈവത്തിന് പ്രീതികരവും വായിക്കാവോ? കേൾക്കുന്നില്ലേ? വായിച്ചോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ സ്വരം ഇത്തിരി കുറവാന്ന് തോന്നുന്നു. വായിച്ചോ. യഥാർത്ഥ അനുതാപം മാനസാന്തരത്തിനായി ദൈവത്തിന് പ്രീതികരവും യഥാർത്ഥവും ഫലദായകവും ഫലദായകവുമായ അനുതാപത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഗലാത്യർ 2, യോഹന്നാൻ 15. നമ്മുടെ ഒപ്പമുള്ള വെറുപ്പും അതിനെക്കുറിച്ചുള്ള അറിവും നാം നമ്മുടെ മനസ്സ് പരിശോധിച്ച് നമ്മെ തന്നെ അറിയുകയും നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ദുഷ്ടതയും പാപത്തിലേക്കുള്ള നമ്മുടെ ചായ്വും കാണുകയും ഹൃദയവികാരങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമ്മിലെ തിന്മയുടെ കാഠിന്യം മനസ്സിലാക്കി അവയെ ഉന്മൂലനം ചെയ്യുന്നതുവരെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ജീവിതത്തിൽ പരിശീലിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ തുടങ്ങുന്നത് എന്താണ് യഥാർത്ഥ അനുതാപം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന് പ്രീതികരവും ഫലദായകവുമായിട്ടുള്ള ഒരു അനുതാപമാണ്. അങ്ങനെയുള്ള ഒരു മാനസാന്തരത്തിനെയാണ് യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന് യേശയ്യയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അതായത് ഞങ്ങളെ പോലെ തലകുനിക്കുന്നതും അങ്ങനത്തെ ഒരു അനുതാപം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഫലദായകമായിട്ടുള്ള അനുതാപം, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള അനുതാപം, അങ്ങനത്തെ ഒരു അനുതാപം. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുടർന്നു. അടുത്ത് വായിച്ചാണ്, സോറി. നമ്മുടെ മനസ്സ് പരിശോധിച്ച് നമ്മെ തന്നെ അറിയുക. നമ്മൾ നേരത്തെ നമ്മെ തന്നെ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടത് ദൈവത്തിനെ അറിഞ്ഞുകൊണ്ട് നമ്മെ അറിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി നമ്മൾ എന്തുമാത്രം ശൂന്യരാണെന്ന്. അപ്പം ആ ദൈവത്തിൻ്റെ അതുല്യമായ നന്മയെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ ശരീരവും മനസ്സും ദുഷ്ടതയും പാപത്തിലേക്കുള്ള ചായ്വിലുമാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വതവേ വരുന്നത് സ്വാർത്ഥതയാണ്, അഹങ്കാരമാണ്, അഹംഭാവമാണ്, ഇതൊക്കെയാണ്. അതിനെതിരായിട്ട് ഉദാരതയും നന്മയും മറ്റുള്ളവരോടുള്ള സ്നേഹവും അതൊക്കെ വരണമെങ്കിൽ നമ്മൾ അത് കൾട്ടിവേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പരിശ്രമിച്ചാലേ അത് വരുള്ളൂ. അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് സ്വാർത്ഥതയാണ്, നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹമാണ്, നമ്മളെ വലുതാക്കി കാണിക്കാനുള്ള, ഇതൊക്കെയാണ് നമ്മുടെ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപത്തിലേക്കുള്ള ചായ്വുണ്ട്. ഇതിനെല്ലാം വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമ്മിലെ തിന്മയുടെ കാഠിന്യം മനസ്സിലാക്കി അവയെ ഉന്മൂലനം ചെയ്യുകയും ആ ഉന്മൂലനം ചെയ്യുന്നത് വരെ
പ്രായശ്ചിത്ത പ്രവൃത്തികൾ നമ്മൾ പരിശീലിക്കണം. അതായത് പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്ന് സ്വതവേ വരുന്ന, അതായത് പ്രകൃത്യ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് തിന്മയോടുള്ള ചായ്വാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മെരുക്കി നന്മയിലേക്ക് കൊണ്ടുപോവുക. അതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ നമ്മളുടെ പരിശീലനം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതിലേക്ക് വേറെ ആരെങ്കിലും ഒന്ന് വായിക്കോ? പ്രവർത്തനം. അങ്ങനെ നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി തിരിച്ചറിയുകയും നാം ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും ചെയ്യണം. കാരണം അവയിലൂടെ സൃഷ്ടാവും രക്ഷകനുമായ കർത്താവിന് നാം വളരെ അനിഷ്ടം വരുത്തി. അതിനാൽ ഇനി ഒരിക്കലും പാപം ചെയ്യാതിരിക്കുവാനുള്ള ആഗ്രഹത്തോടെ പാപത്തോട് വലിയ വിരക്തി പ്രകടിപ്പിക്കുകയും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഏത് പീഡകൾ സഹിക്കാനും മരിക്കാനും തയ്യാറാവുകയും ചെയ്യണം. അത്തരത്തിൽ ഇച്ഛാശക്തിയെ തനിക്ക് ഇഷ്ടമില്ലാത്തതോ ദൈവത്തിനും മാലാഖമാർക്കും വെറുപ്പുളവാക്കുന്നതുമായ എന്തോ ചെയ്തുപോയി എന്ന ചിന്താരീതിയിൽ പരിശീലിപ്പിക്കുവാനും കഴിയും. അപ്പം അത് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ സ്വതവേ ഉള്ളത് തിന്മയിലേക്കുള്ള ചായ്വാണ്. അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ സ്വതവേ മുളച്ചു വരുന്നത്. അതായത് വെറുതെ ഒരു ഭൂമി വെറുതെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മുളച്ചു വരുന്നത് പുല്ലാണ്, ഉപയോഗമില്ലാത്ത പുല്ലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വതവേ വരുന്നത് തിന്മയാണ്, അസൂയയാണ്, അഹങ്കാരമാണ്, സ്വാർത്ഥതയാണ്, ഇതൊക്കെയാണ്. അപ്പൊ അത് എങ്ങനെ? നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി തിരിച്ചറിയുക, എന്നിട്ട് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക. കാരണം അവയിലൂടെ സൃഷ്ടാവ് രക്ഷകനുമായ കർത്താവിന് നാം വളരെ അനിഷ്ടം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ, നമ്മുടെ ആ സ്വതവേ ഉള്ള നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തെ പ്രീതിപ്പെടുത്തുകയല്ല ചെയ്തിരിക്കുന്നത്, ദൈവത്തിന് അനിഷ്ടം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പാപം ചെയ്യാതിരിക്കുവാനുള്ള ആഗ്രഹത്തോടെ പാപത്തോട് വലിയ വിരക്തി പ്രകടിപ്പിക്കണം. പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഏത് പീഡകൾ, അതായത് നമ്മൾ ഇത്തിരി സഹിച്ചാലും എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ എന്തും ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് എന്തുമാത്രം ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി എന്തുമാത്രം പീഡകൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് പറയുവാണ് നമ്മൾ എങ്ങനെയാണ് അനുദപിക്കേണ്ടത്. നമുക്ക് തന്നെ കുറച്ച് സഹിക്കേണ്ടി വന്നാലും ദൈവത്തെ വേദനിപ്പിക്കുന്ന പീഡകളെ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. അത്തരത്തിൽ ഇച്ഛാശക്തിയെ തനിക്ക് ഇഷ്ടമില്ലാത്തതോ ദൈവത്തിനും മാലാഖമാർക്കും വെറുപ്പുളവാക്കുന്നതുമായ എന്തോ ചെയ്തു പോയി എന്ന ചിന്താരീതിയിൽ പരിശീലിപ്പിക്കുക. അതായത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു കോൺഷ്യൻസ് ഉണ്ട്. നമുക്ക് ആദ്യമായിട്ടൊക്കെ തെറ്റ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും നമുക്കൊരു മനസ്സ് ഭയങ്കരമായിട്ട് ഇടിക്കും, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു. പക്ഷെ അത് നമ്മൾ നിരന്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇടിപ്പും നഷ്ടപ്പെട്ടു, പിന്നെ നമുക്കതൊരു സാധാരണ ഇതായിപ്പോവും. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു മനസാക്ഷിയുടെ ആ ഒരു സെൻസിബിലിറ്റിയെ നമ്മൾ വളർത്തിയെടുക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു മാനസാന്തരത്തിലേക്ക് നടക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ചെയ്തു പോയ പാപം പിന്നെ അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്കതൊരു ശീലമായി, നമുക്കതിനെ കുറിച്ചൊരു വിഷമമില്ലാതായി. പക്ഷെ നമ്മളത് വളർത്തിയെടുക്കണം, നമ്മളതൊരു ശീലമാക്കി, അതായത് ഈ ചിന്താ രീതിയെ നമ്മൾ പരിശീലിപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോ. ഓക്കെ, അടുത്തത് വായിച്ചോളൂ. യഥാർത്ഥ അനുതാപത്തിന് ആവശ്യമായ 2 കാര്യങ്ങൾ. നമ്മുടെ അനുതാപം ജനിക്കേണ്ടത് 1 ദൈവത്തിന് എതിരായും അവിടുത്തെ പുണ്യങ്ങൾക്കെതിരായും മല്ലടിക്കുന്ന നമ്മുടെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നുമാണ്. 2 നമ്മുടെ രക്ഷകനും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ മഹാ ഔദാര്യത്തെയും നന്മയെയും സ്നേഹത്തെയും മഹാക്ഷമയെയും കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നുമാണ്. കാരണം അവിടുത്തെ ദാനങ്ങളും കൃപകളും കൊണ്ട് പല പ്രാവശ്യം എല്ലാ രീതിയിലും നമ്മെ സംരക്ഷിക്കാനും മോചിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ഉയർത്താനും അവിടുന്ന് പരിശ്രമിച്ചു.
മാനുഷിക തിന്മകളുടെ വിരൂപതയിൽ നിന്നും, വ്യർത്ഥതയിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും ധ്യാനത്തിലൂടെ നമ്മെ അവിടുത്തെ സ്നേഹത്തിലേക്ക് ഉയർത്താൻ കഴിയും. നമ്മുടെ അനുതാപം എത്രയ്ക്ക് യഥാർത്ഥവും ഫലപ്രദവുമാണോ അത്രയ്ക്ക് വലുതായിരിക്കും നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം വരുത്തിയ നാശത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ, യഥാർത്ഥമായ അനുതാപത്തിന് രണ്ട് കാര്യങ്ങൾ വേണം എന്നാണ് പറഞ്ഞത്. അത് ഒന്നാമതായിട്ട് ദൈവത്തിനെതിരായും അവിടുത്തെ ദൈവത്തിന്റെ പുണ്യങ്ങൾക്കെതിരായിട്ടും മല്ലടിക്കുന്ന നമ്മുടെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മള് നിരന്തരം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിനും ആ ദൈവത്തിന്റെ നന്മയ്ക്കും എതിരായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥമായ അനുതാപം ഒന്നെന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ രക്ഷകനും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ മഹാ ഔദാര്യത്തെയും നന്മയെയും സ്നേഹത്തെയും മഹാക്ഷമയെയും കുറിച്ചുള്ള അതായത് നമ്മൾ പാപം ചെയ്തു, വീണ്ടും വീണ്ടും പാപം ചെയ്തു, എന്നിട്ടും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്നല്ല പറയേണ്ടത്, നമ്മളെ ആകാംക്ഷയോടുകൂടെ നമുക്ക് വേണ്ടി അന്വേഷിച്ചിറങ്ങുന്ന നഷ്ടപ്പെട്ട ആടിനു വേണ്ടി ബാക്കിയെല്ലാം ത്യജിച്ചു വരുന്ന ഒരു ഇടയനെ പോലെ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി ഒരേ ഒരു പുത്രൻ, അതായത് ഒറ്റ മകനെ എങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കോ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞു വരുന്ന ആ മഹാ ഔദാര്യത്തെ, ആ സ്നേഹത്തെ, ആ ക്ഷമയെ, എന്തെല്ലാം തെറ്റ് ചെയ്താലും അതിനെല്ലാം മറികടന്ന് ഇന്ന് നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതാണ്. ഇത് തന്നെയല്ലേ? അപ്പൊ ഈ രണ്ട് അറിവിൽ നിന്നാണ് യഥാർത്ഥമായ അനുതാപം ജനിക്കുന്നത്. ഒന്ന് നമ്മുടെ പരിതാപകരമായ അവസ്ഥ, അതായത് നമുക്കുള്ളത് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയിലേക്കുള്ളതാണെന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത്തത് ദൈവത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. ദൈവത്തിന്റെ ഔദാര്യവും ക്ഷമയും സ്നേഹവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കണ്ടതാണ്. ഈ രണ്ടിൽ നിന്നും വരുന്നതാണ് യഥാർത്ഥമായ അനുതാപം. അവിടുത്തെ ദാനങ്ങളും കൃപകളും കൊണ്ട് പല പ്രാവശ്യം നല്ല രീതിയിൽ നമ്മെ സംരക്ഷിക്കും. നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം കർത്താവ് ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ എത്ര നാളും വായിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പൊ അതായത് ആ ഒരു ധ്യാനത്തിലൂടെ നമ്മെ അവിടുത്തെ സ്നേഹത്തിലേക്ക് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇതൊന്നും വെറുതെ വരുന്നതല്ല. വെറുതെ വരുന്നത് കളയാണ്. വെറുതെ വരുന്നത് അഹംഭാവവും അസൂയയും സ്വാർത്ഥതയും ഒക്കെ വെറുതെ വരും. ദൈവത്തിന്റെ ആ മഹാനന്മയെ കുറിച്ചുള്ള ധ്യാനവും ോട് തന്നെ ഒരു യുദ്ധം, ഒരു പോരാടൽ നടത്തി ആ സ്നേഹത്തില്, ആ ധ്യാനത്തില് നമ്മളെ തന്നെ ഉയർത്തുമ്പോഴാണ് നമ്മളിൽ അനുതാപം വരുന്നത്. നമ്മുടെ അനുതാപം എത്രയ്ക്ക് യഥാർത്ഥവും ഫലപ്രദവുമാണോ അത്രയ്ക്കും വലുതായിരിക്കും നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം വരുത്തിയ നാശത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. എത്രമാത്രം എന്നെ എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മാത്രമേ എൻ്റെ പാപങ്ങൾ നിമിത്തം ഞാൻ എന്തുമാത്രം അവിടത്തേക്ക് വേദന കൊടുത്തു, എത്രമാത്രം ഞാൻ അവിടെ നിന്ന് അകന്നുപോയി, എത്രമാത്രം ഞാൻ അവിടെ നിന്ന് പുറംതിരിഞ്ഞു നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ. വേറെ ആരെങ്കിലും ഒന്ന് വായിക്കാവോ? അനുതാപം, പാപം എന്നിവ എന്താണ്? അനുതാപം എന്നത് ഒരു പാപിയുടെ ശുദ്ധവും ഫലപ്രദവുമായ മാനസാന്തരമല്ലാതെ മറ്റൊന്നുമല്ല. അനുതാപത്തിലൂടെ സൃഷ്ടികളോടുള്ള ഇഷ്ടങ്ങളും വ്യർത്ഥതയെയും ദുഷിപ്പുകളെയും വെറുക്കുകയും അവയെ അവമതിക്കുകയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവയിൽ നിന്നും പിന്തിരിഞ്ഞ് തൻ്റെ നോട്ടവും മനസ്സും ഹൃദയവും നല്ലവനും രക്ഷിതാവുമായ സൃഷ്ടാവിലേക്ക് തിരിക്കുന്നു. ആഴത്തിലുള്ള എളിമയിൽ ദൈവത്തോട് ചെയ്ത ഗൗരവമായ മുറിപ്പെടുത്തലുകളെയും തനിക്ക് തന്നെ വരുത്തിവെച്ച വലിയ നാശത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. കണ്ടിന്യൂ ചെയ്തു. പാപം എന്നത് ദൈവത്തിൽ നിന്നും അവിടുത്തെ എല്ലാ നന്മകളിൽ നിന്നുമുള്ള വേർപിരിയലും സാത്താന്റെ ദുഷിച്ച ആധിപത്യത്തിലുള്ള ഒരു ബന്ധനവും മനസാക്ഷിയുടെ ഒരു നൊമ്പരവും ബുദ്ധിയിലെ അന്ധകാരവും ഇച്ഛാശക്തിയുടെ വഴിതെറ്റലും ഹൃദയത്തിന്റെ സമാധാനക്കേടും ഇന്ദ്രിയങ്ങളുടെ അസ്വസ്ഥതയുമാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിന് ഒരു പരിഹാസവും
നമ്മുടെയും ദൈവത്തിൻ്റെയും ശത്രുവിന് ഒരു ഉയർത്തലും പുകഴ്ചയുമാണ്. അത് മധുരമുള്ള വിഷവും നിമിഷനേരത്തെ സുഖവും നിത്യമായ ശിക്ഷയും അസ്വസ്ഥതയും നിത്യനാശത്തിന്റെ ആരംഭവും മൂലധനവും. ദൈവത്തിനും അവിടുത്തെ സുഹൃത്തുക്കൾക്കും എത്രമാത്രം വെറുപ്പുളവാക്കുന്നതാണോ ഉളവാക്കുന്നതാണോ? അത്രയ്ക്ക് ലോകത്തിനും അതിൻ്റെ അനുയായികൾക്കും ഇഷ്ടപ്പെട്ടതും സാത്താനും അവൻ്റെ അടിമകൾക്കും പ്രിയങ്കരവുമാണ്. പാപത്തിന്റെ നാശം അഗ്രാഹ്യവും ചിന്താക്കുഴപ്പം അതിശക്തവും വേദന അസഹ്യവും അവസാനമില്ലാത്തതുമാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അനുതാപം, എന്താണ് പാപം എന്ന്. അനുതാപം എന്നത് അനുതാപത്തിലൂടെ നമ്മൾ ചെയ്യണത് എന്താണ്? സൃഷ്ടികളോടുള്ള ഇഷ്ടങ്ങളെയും വ്യർത്ഥതയെയും ദുഷിപ്പുകളെയും വെറുക്കുകയും അവയെ അവമതിക്കുകയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് പിന്തിരിഞ്ഞ് തൻ്റെ നോട്ടവും മനസ്സും ഹൃദയവും നല്ലവനും രക്ഷിതാവുമായ സൃഷ്ടാവിലേക്ക് തിരിക്കുന്നു. അതാണ് നാം അനുതപിക്കുന്നു. ഞാൻ അനുതപിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചെയ്യേണ്ടത് എന്നിലുള്ള ആ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ അവമതിച്ചുകൊണ്ട് അവയെ വിലകെട്ടവയായി കരുതിക്കൊണ്ട് അവയെ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യങ്ങളായി കരുതിക്കൊണ്ട് നമ്മുടെ നോട്ടവും മനസ്സും ഹൃദയവും നമ്മുടെ സൃഷ്ടാവിലേക്ക് തിരിക്കണം. ആഴത്തിലുള്ള എളിമയിൽ ദൈവത്തോട് ചെയ്ത ഗൗരവമായ മുറിപ്പെടുത്തലുകളെയും തനിക്ക് തന്നെ വരുത്തിയ വലിയ നാശത്തെയും കുറിച്ച് ചിന്തിക്കുന്നു. അതായത് അവിടെ ശരിക്കും നമ്മളുടെ പാപത്തിന്റെ മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാണ്. അതായത് നമ്മൾ തന്നെ പെർഫെക്റ്റ് ആണ്, നമ്മളെല്ലാം റെഡിയാണ് എന്നുള്ള ഒരു ചിന്ത വരിക. അവിടെ നമ്മളാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളിമപ്പെടുക. ഞാൻ തെറ്റിപ്പോയി, ഞാൻ തെറ്റുകാരിയാണ്, ഞാൻ പാപിയാണ്, എൻ്റെ നല്ല ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, ഞാൻ ചെയ്തതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ വേദനിപ്പിക്കുന്നവയായിരുന്നു, വിലയില്ലാത്തവയായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അനുതാപം. ഇനി പാപം എന്താണെന്ന് പറയുന്നത്? പാപം എന്നത് ദൈവത്തിൽ നിന്നും അവിടുത്തെ എല്ലാ നന്മകളിൽ നിന്നുമുള്ള വേർപിരിയലും സാത്താന്റെ ദുഷിച്ച ആധിപത്യത്തിലുള്ള ഒരു ബന്ധനവും മനസാക്ഷിയുടെ ഒരു നൊമ്പരവും ബുദ്ധിയിലെ അന്ധകാരവും ഇച്ഛാശക്തിയുടെ വഴിതെറ്റലും ഹൃദയത്തിന്റെ സമാധാനക്കേടും ഇന്ദ്രിയങ്ങളുടെ അസ്വസ്ഥതയുമാണ്. ഇത് വായിക്കുമ്പോഴേക്ക് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം അഹങ്കാരമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞാലും എന്താണ് അഹങ്കാരം എന്ന് നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഹങ്കാരം എന്ന് പറഞ്ഞ പാപമുണ്ടല്ലോ, അത് ഭയങ്കര മായാവിലാസം ഉള്ളതാണ്. അത് പല രൂപത്തിലും പല രീതിയിലും ഒക്കെ നമ്മളെ വന്ന് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല രീതിയിൽ പുണ്യമാണെന്നൊക്കെ കാണിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കും. എളിമയാണ്, പുണ്യമാണ്, സ്നേഹമാണെന്നൊക്കെ കരുതി. പക്ഷെ ശരിക്കും അതൊരു പാപത്തിന്റെ ഒരു വഞ്ചന തന്നെയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന്റെ ഏറ്റവും വലിയ ആയുധം അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഒരു വിധത്തിൽ മനസ്സിലാക്കി അതിനോട് പൊരുതി കഴിയുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിൽ നമ്മുടെ മേത്തോട്ട് ആഞ്ഞടിക്കും. നമ്മൾ ഭൗതികമായ അഹങ്കാരത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കയറി വരാൻ നോക്കുമ്പോൾ ആത്മീയമായ അഹങ്കാരം നമ്മളിലെ വേര് പിടിക്കാൻ തുടങ്ങും. ഇനി അത് മാറിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ എളിമയാണ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ എന്താണ് പറയുക. അപ്പൊ ഞാൻ എങ്ങനെ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് എൻ്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചു, ഈ അഹങ്കാരം എന്നാ അച്ഛ ഇത് ഫൈറ്റ് ചെയ്ത് എന്തെങ്കിലും തീരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാണ്, അതായത് നമ്മൾ മരിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് വിട്ടുപോകുന്നു. അതായത് ജീവിത അവസാനം വരെ നമുക്ക് ഒരിക്കലും ഈ അഹങ്കാരം എന്ന പാപം ഞാൻ അതിൽ നിന്ന് ജയിച്ചു, ആ പാപത്തിൽ നിന്ന് ഞാൻ മോചിതയായി എന്ന് നമുക്ക് ജീവിതത്തിൽ പറയാൻ പറ്റൂല.
നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എലിസബത്ത് അമ്മയോട് പറഞ്ഞു, ദൈവത്തിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എങ്ങനെ എനിക്ക് ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ ആത്മാവ് മഹത്വപ്പെടുത്തുന്നു, എൻ്റെ കർത്താവിനെ ഞാൻ പുകഴ്ത്തുന്നു. അതാണ് ശരിക്കും എളിമ. അതായത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കേട്ടാലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാത്രമേ ഈ അഹങ്കാരം എന്ന് പറഞ്ഞ പാപത്തിൽ നിന്ന് നമ്മളെ ഒന്ന് ഓരോ നിമിഷം പ്രതി മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ അപ്പൊ 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 3-ാമത്തെ പ്രാവശ്യം ഓർക്കാണ്, ഞാനിപ്പോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് അപ്പൊ തന്നെ തീരും. ആ പറഞ്ഞ് ചിന്തിക്കുന്ന നേരത്ത് തന്നെ അത് തീർന്ന് വേറെ ഏതെങ്കിലും വഴിക്ക് ഈ അഹങ്കാരം എന്ന് പറഞ്ഞ പാപം നമ്മളുടെ. അപ്പൊ ശരിക്കും ഈ എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിയ നന്മയെ തിരിച്ചറിയലാണ്. ഇനി വീണ്ടും പറയുവാണ്, അത് എന്താണ് ഈ പാപത്തിന്റെ മറ്റു കാര്യങ്ങൾ? നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരുപാട് ചിന്തിക്കാനുള്ളതാണ്. നന്മകളിൽ നിന്നുള്ള വേർപിരിയലാണെന്ന് പറഞ്ഞു. സാത്താന്റെ ദുഷിച്ച ആധിപത്യത്തിലുള്ള ഒരു കെട്ടാണ് നമ്മുടെ മേല്. മനസാക്ഷിക്ക് ഒരു നൊമ്പരമാണ്. ബുദ്ധിയിലെ അന്ധകാരമാണ്. ഇച്ഛാശക്തിയുടെ വഴിതെറ്റലാണ്. ഹൃദയത്തിന്റെ സമാധാനക്കേടും ഇന്ദ്രിയങ്ങളുടെ അസ്വസ്ഥതയുമാണ്. വീണ്ടും പറയുവാണ്, എന്താണ് ഈ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് വീണ്ടും ഇപ്പൊ കൈനച്ചൻ പറഞ്ഞു പഠിപ്പിക്കുവാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് ഒരു പരിഹാസം, നമ്മുടെയും ദൈവത്തിന്റെയും ശത്രുവിന് ഒരു പുകഴ്ച. പാപം അത് മധുരമുള്ള വിഷം. നമുക്ക് പാപം ചെയ്യുമ്പം നല്ല സുഖമാണ്, പക്ഷെ അത് വിഷമാണ് നമ്മളിലേക്ക് ഇട്ട് തരുന്നത്. അതായത് നമ്മൾ ഒരു വിഷമുള്ള ഐസ്ക്രീം കഴിക്കുന്ന പോലെയാണ് പാപം ചെയ്യുന്നത്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളെയും നശിപ്പിക്കും. നിമിഷ നേരത്തെ സുഖവും നിത്യമായ ശിക്ഷയും. അതായത് സുഖം നമുക്ക് ഒരല്പ നേരത്തേക്ക്, അതായത് ബിരിയാണി കഴിക്കുന്ന പോലത്തെ ഒരു സുഖം ഉണ്ടാവും, പക്ഷെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന നിത്യമായ ശിക്ഷയിലേക്കാണ്. നിത്യമായ ശിക്ഷയും അസ്വസ്ഥതയും നിത്യനാശത്തിന്റെ ആരംഭവും മൂലധനവുമാണ്. മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് ഒരു കട തുടങ്ങണമെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ ഇൻകം ഉണ്ടാവണം. ഈ നമ്മുടെ നിത്യനാശത്തിന്റെ മൂലധനമാണ് പാപം. അതിന്റെ ആരംഭവുമാണ്, അതിന്റെ ക്യാപിറ്റൽ ഇൻകവുമാണ് പാപം. ദൈവത്തിനും അവിടുത്തെ സുഹൃത്തുക്കൾക്കും എത്രമാത്രം വെറുപ്പുളവാക്കുന്നതാണോ അത്രയ്ക്കും ലോകത്തിനും അതിന്റെ അനുയായികൾക്കും ഇഷ്ടപ്പെട്ടതും സാത്താനും അവന്റെ അടിമകൾക്കും പ്രിയങ്കരവുമാണ് പാപം. പാപത്തിന്റെ നാശം അഗ്രാഹ്യവും ചിന്താക്കുഴപ്പം അതിശക്തവും വേദന അസഹ്യവും അവസാനമില്ലാത്തതുമാണ്. അപ്പൊ നോക്ക്, നമ്മളെ പാപത്തെക്കുറിച്ച് നമ്മൾ പറയുമെങ്കിലും ഇത്രയ്ക്കും, അതായത് ഈ പാപമാണ്. നമ്മൾ ഇത്ര നേരം ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ കുറേ ദിവസം ചിന്തിച്ചു. ഇപ്പൊ നമ്മൾ ചിന്തിക്കുവാണ്, എന്താണ് ഈ പാപം? ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഈ പാപം, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപം, നമ്മളുടെ സൃഷ്ടിയായ പാപം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. നമുക്ക് 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ആരുമില്ലേ? പാപം എന്തു ചെയ്യുന്നു? എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടാം? ഒരു പാപി പാപം ചെയ്തുകൊണ്ട് ദുഷിച്ചതും കടന്നു പോകുന്നതും നൈമിഷികവും അനാശ്വാസികവുമായ ഒരു സന്തോഷമാണ് തിരഞ്ഞെടുക്കുന്നത്. പാപം ചെയ്യുന്നതിലൂടെ മാറ്റമില്ലാത്ത നന്മയും അനന്ത ആനന്ദവും സർവശക്തനുമായ ദൈവത്തെ നിരസിക്കുകയും അവിടത്തെ വിലയില്ലാത്തവനായി കരുതുകയും ചെയ്യുന്നു. ദൈവഹിതത്തിനു മുമ്പിൽ സ്വന്തം ഇഷ്ടം വയ്ക്കുകയും അങ്ങനെ മഹത്വാനായ ദൈവത്തിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അവിടത്തെ സൃഷ്ടികളെ അവിടത്തേക്കാൾ അധികം സ്നേഹയോഗ്യമായി കണക്കാക്കുന്നു. ഹലോ സഹോദരങ്ങളെ, അപ്പൊ നമ്മള് ഈ 2 അധ്യായങ്ങള് മുഴുവനായിട്ട് കാണുന്നത് പാപത്തെ കുറിച്ചാണ്. പാപം എന്താണ്? പാപം എന്താണ്? അനുതാപം. പാപത്തിന്റെ എന്താണ് പാപം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഇതിനകത്ത് വീണ്ടും ഈ ഒരു 2-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ അച്ഛൻ പാപത്തെ കുറിച്ച് പറയാണ്. പാപം ചെയ്യുന്നതിലൂടെ മാറ്റമില്ലാത്ത നന്മയും, നന്മയുടെ പ്രത്യേകത ഒരിക്കലും മാറില്ല.
നന്മയുടെ പ്രത്യേകത എന്താ? സയൻസിന്റെ പ്രത്യേകത, സയൻസ് ഓൾവേസ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ വചനങ്ങളുടെയും ദൈവത്തിന്റെയും പ്രത്യേകത ഒരിക്കലും മാറാത്തതാണ്. ഇന്നതുപോലെ തന്നെയാണ് ദൈവം നൽകുന്ന ദൈവത്തിന്റെ മുമ്പിൽ ദൈവം നൽകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ. ദൈവത്തിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ അത് കാലം വളരുന്നതിനനുസരിച്ച് വളരുന്നതോ അല്ലെങ്കിൽ കാലം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നതോ സയൻസ് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതല്ല. അവിടെയാണ് ദൈവത്തിന്റെ നന്മയുടെ പ്രത്യേകത. ദൈവം നന്മയാണ്, ദൈവം സ്നേഹമാണ്. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ നന്മയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ നന്മയിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു പോകുന്നതാണ് പാപം. എവിടെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നന്മയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ ഉപേക്ഷിച്ച് ദൈവം നൽകുന്ന കൽപ്പനകൾക്ക് വിരുദ്ധമായി. എന്തിനാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്നത്? ഒരു മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, എങ്ങനെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കൃപയിൽ ജീവിക്കാൻ സാധിക്കും എന്നതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ ബോധ്യം മനുഷ്യൻ നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവം നൽകുന്ന കൽപ്പനകൾ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ ഒരു മനുഷ്യൻ ധിക്കരിക്കുക, അവിടെയാണ് പാപം ചെയ്യുന്നത്. ദൈവത്തിന് മുമ്പിൽ സ്വന്തം ഇഷ്ടം വയ്ക്കുകയും അങ്ങനെ മഹത്വാനായ ദൈവത്തിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ സൃഷ്ടികളെ അവിടത്തേക്കാൾ അധികം സ്നേഹയോഗ്യമായി കണക്കാക്കുകയും ചെയ്യുന്നതാണ് പാപം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ സ്വന്തം ഇഷ്ടം വെക്കുക, ദൈവത്തിന് മുമ്പിൽ സ്വന്തം ഇഷ്ടം. അതായത് ദൈവം ഒരു കൽപ്പന തന്നു, അല്ലെങ്കിൽ ദൈവം നമുക്ക് ജീവിക്കാനായിട്ട് ഒരു അവസ്ഥ ദൈവം തന്നിട്ടുണ്ട്, അതിന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം ഇഷ്ടം വെക്കുക, അതായത് എന്റെ ഇഷ്ടം വെക്കുക, ഞാൻ എന്താണോ അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക. അവിടെയാണ് പാപം. അപ്പൊ ദൈവത്തിന് ഇഷ്ടത്തിന് അപ്പുറം അല്ലെങ്കിൽ ദൈവത്തിന് യോഗ്യമായ അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിനപ്പുറം ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപം. അപ്പോ അത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അനുതാപം എന്താണ്? അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അനുതാപത്തെ കുറിച്ചും ഈ പുസ്തകത്തിന് ഞാൻ മനോഹരമായ ഒരു പ്രത്യേകത ഈ പുസ്തകത്തിന് കണ്ടത്, ശരിക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ ഈ പുസ്തകം എഴുതിയത്. ഈ നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഡെവലപ്പ് ചെയ്തതാണ് കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ. ഈ പുസ്തകങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഒരു ധ്യാനത്തിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ ഈശോ എല്ലാവരോടും സംസാരിക്കുന്ന ഈശോ ആണെങ്കിൽ എല്ലാവരോടും ഒരുപോലെയാണല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ ധ്യാനത്തിന്റെ ഒക്കെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധ്യാനത്തിന്റെ പാറ്റേൺ എന്താണ്? ആദ്യം നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കും, അതിനുശേഷം പാപത്തെ കുറിച്ചും അനുതാപത്തെ കുറിച്ചും കേൾക്കും, അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ. അങ്ങനെയാണ് ഒരു പാറ്റേൺ. ശരിക്കും ഈ പുസ്തകം അച്ഛൻ ചെയ്തിരിക്കുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ധ്യാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പൂർണ്ണത. ആദ്യം നമ്മൾ ദൈവസ്നേഹത്തെ മനസ്സിലാക്കണം. ആദ്യ ഭാഗം അതാണ്. നമ്മൾ ദൈവസ്നേഹത്തെ ഇങ്ങനെ ഇരുത്തി ആഴത്തിൽ ചിന്തിപ്പിച്ച് ദൈവസ്നേഹം എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നും മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വളരെ ആഴത്തിൽ ആദ്യ ഭാഗത്തിൽ അച്ഛൻ പറഞ്ഞു. സെക്കൻഡ് ഭാഗത്തിൽ വളരെ ശക്തമായി നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്നത് പാപത്തെക്കുറിച്ചും അനുതാപത്തെ കുറിച്ചുമാണ്. അപ്പൊ ഇത് നമ്മൾ ബോധ്യപ്പെടണം. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകലാണ് പാപം. ദൈവസ്നേഹത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെയാണോ അകന്നു പോകുന്നത് അതിന് വിളിക്കുന്ന പേരാണ് പാപം. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതാണ് പാപം. അതിന് ഉദാഹരണം നമുക്ക് കാണുന്നുണ്ട്. ആരാണ് നമ്മുടെ പുസ്തകത്തിന്റെ ഇതിന്റെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം എന്താന്ന് മനസ്സിലായോ? അതായത് രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം എന്താണെന്ന് മനസ്സിലായോ? ധൂർത്തപുത്രനെ ചേർത്ത് പിടിക്കുന്ന പിതാവിനെയാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ധൂർത്തപുത്രന്റെ പാപം എന്തായിരുന്നു? അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയതാണ് ധൂർത്തപുത്രന്റെ പാപം. അപ്പന്റെ സ്വത്തെല്ലാം മേടിച്ച് അപ്പന്റെ സ്നേഹം യഥാർത്ഥത്തിൽ തിരിച്ചറിയാത്ത ധൂർത്തപുത്രന്റെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പാപം. അപ്പന്റെ യഥാർത്ഥത്തിൽ തന്നിഷ്ടം പോലെ അവൻ പോകാനുള്ള കാരണം അപ്പന്റെ യഥാർത്ഥ ഇഷ്ടത്തെ അവൻ തിരിച്ചറിഞ്ഞില്ല. അപ്പന്റെ മനസ്സിനെ അവൻ മനസ്സിലാക്കിയില്ല. അതാണ് ധൂർത്തപുത്രൻ അകന്നു പോകാൻ കാരണം. അപ്പൊ ധൂർത്തപുത്രൻ അകന്നു പോയപ്പോ ധൂർത്തപുത്രനെ തിരിച്ച് സ്വീകരിക്കുന്ന അപ്പൻ, ആ അപ്പനാണ് ദൈവം.
അപ്പോ അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ധൂർത്തപുത്രന് എപ്പോഴാണ് അനുതാപം ഉണ്ടായെന്നറിയോ? നമ്മൾ ഈ കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സഭ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. സഭ 5 കാര്യങ്ങൾ, നല്ല കുംഭസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക. ഒന്നാമത്തെ കാര്യമാണ് പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കണം. അത് നമ്മൾ ചെയ്യാറുള്ളതാണ്. അത് അവിടെ ഇരിക്കുന്നത്. അടുത്തത് എന്താ? പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കണം. രണ്ടാമത്തെ കാര്യമാണ് പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താ? മേലിൽ പാപം ചെയ്യലിന് പ്രതിജ്ഞ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ എടുക്കണം. നാലാമത്തെ കാര്യം എന്താ? നാലാമത്തെ കാര്യം മറന്നുപോയോ? ഹേതുവായ മാരകപാവങ്ങളെ വൈദികനെ അറിയിക്കുന്നു. പോയ പാപങ്ങൾ വൈദികനെ അറിയിക്കണം. അപ്പൊ ഈ നല്ല കുംഭസാരത്തിന് വേണ്ടിയുള്ള ആ സ്റ്റെപ്പുകളിൽ, നല്ല കുംഭസാരത്തിനുള്ള കാര്യങ്ങൾ 5 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, നമുക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ ആ സ്റ്റെപ്പുകളിൽ ഈ അച്ഛന്റെ അടുത്ത് ഏറ്റു പറയുന്നത് 4-ാമത്തെ കാര്യമാണ്. 5-ാമത്തെ കാര്യം വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെപ്പുകളിൽ 4-ാമത്തെ കാര്യമാണ് വൈദികന്റെ അടുത്ത് പോയി പറയുക. അപ്പൊ അതിനു മുമ്പ് ബാക്കിയുള്ള 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വൈദികന്റെ അടുത്ത് പറയാൻ. അത് ചെയ്യാറുണ്ടോ? നമ്മൾ എല്ലാ പ്രാവശ്യവും പോയി വൈദികന്റെ അടുത്ത് പറയാറുണ്ട്. നമ്മൾ പറയാറുള്ള നമുക്കൊരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണേ, റെഗുലർ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റ് തന്നെയല്ലേ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യണേന്ന്. നമുക്കത് പേപ്പറിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരേ താളത്തിൽ, അതായത് ഒരേ ഓർഡറിൽ, താളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ ഓർഡർ. ആദ്യം പറഞ്ഞത് നുണ പറഞ്ഞു എന്നാണെങ്കിൽ 10 കുമ്പസാരം കഴിഞ്ഞാൽ 20 കുമ്പസാരം കഴിഞ്ഞാൽ അതേ ഓർഡർ ഫോളോ ചെയ്യും. കാരണം നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കണതാ. കാരണം നമുക്കത് അത് നമ്മൾ റൊട്ടീനായി. നമ്മൾ എന്നും കുമ്പസാരിക്കുമ്പോൾ പോയി ഒരേ താളത്തിൽ ഒരേപോലെ ഇതേ പാപങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഒരുക്കവും ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ അടുത്ത് പലപ്പോഴും ഈ യൂത്തിന്റെ ധ്യാനമൊക്കെ കഴിയുമ്പോൾ പിള്ളേരെ എന്നോട് ചോദിക്കാണ്ട്, ബ്രദറെ എന്തുകൊണ്ടാണ് ഈ പാപം കുമ്പസാരം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചെയ്യണേന്ന്? കുമ്പസാരം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പിള്ളേർ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പിള്ളേരോട് പറയാറുള്ള ഒരു മറുപടി, മോനെ, ഒരു കുമ്പസാരം കഴിഞ്ഞ് ഒരു പാപം പോലും നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം നീ നല്ല കുമ്പസാരം നടത്തിയിട്ടില്ലെന്നുള്ളതാ. നല്ല കുമ്പസാരം നടത്തിയ, നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഉദാഹരണം, നല്ല കുമ്പസാരം നടത്തിയ ഒരു മനുഷ്യൻ, ഏറ്റവും നല്ല ഉദാഹരണം ആരാന്നറിയോ? നല്ല കുമ്പസാരം നടത്തിയ ഒരു മകൻ, ഏറ്റവും നല്ല ഒരു നല്ല കുമ്പസാരം നടത്തിയ ഒരു വ്യക്തിക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മനുഷ്യൻ. ആരാ? ധൂർത്തപുത്രൻ. അവരാണ് ആദ്യം നല്ല കുമ്പസാരം നടത്തിയത്. എന്താ കാരണം? കുമ്പസാരം പൂർണ്ണമാകണമെങ്കിൽ സഭ കൃത്യമായിട്ട് പറയാണ് പാപങ്ങളെ ഓർക്കണം. രണ്ടാമത്തെ കാര്യം പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കണം. മൂന്നാമത്തെ കാര്യം പാപങ്ങളെ ഏറ്റു പറയണം. അല്ല, മൂന്നാമത്തെ കാര്യം ഇനി മേൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം. പിന്നെ സഹോദരങ്ങളെ, ധൂർത്തപുത്രന്റെ പശ്ചാത്തലം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ധൂർത്തപുത്രന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ധൂർത്തപുത്രൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അല്ല അപ്പനിൽ നിന്ന് അകന്നുപോയി. കുറെ നാള് അപ്പന്റെ സ്വത്തെല്ലാം അടിച്ചു പൊളിച്ച് നടന്നു. പക്ഷേ അതൊരു സംഭവം അല്ല കേട്ടോ, അതൊരു കഥയാണ്. ഈശോ പറഞ്ഞ ഒരു ഉപമയാണത്. ധൂർത്തപുത്രന്റെ ഉപമ എന്ന് പറഞ്ഞ സംഭവമല്ല, അതൊരു ഉപമയാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈശോ പറഞ്ഞ ഒരു പാപി എങ്ങനെ പിതാവിലേക്ക് മടങ്ങി ചെല്ലണം എന്നതിനെ മനസ്സിലാക്കാൻ ദൈവപിതാവിനെ സിംബോളിക്കായിട്ട് വെച്ചുകൊണ്ട് ഈശോ മിശിഹ പറഞ്ഞ ഒരു ഉപമയാണ്. അത് നടന്ന ഒരു സംഭവമല്ല, അതൊരു ഈശോ പറഞ്ഞൊരു കഥയാണ്, ഒരു ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ. അപ്പോ ഈ ധൂർത്തപുത്രൻ എന്ത് ചെയ്തു? ധൂർത്തപുത്രൻ അപ്പനിൽ നിന്ന് അകന്നുപോയി. എന്താണ്? അപ്പന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല. അപ്പന്റെ സ്നേഹം തിരിച്ചറിയാതെ അകന്നുപോയ ധൂർത്തപുത്രൻ എവിടെ വെച്ചാണ് അവന്റെ കണ്ണ് തുറക്കണേന്ന് അറിയോ? അവൻ തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കുമ്പോ, അവന് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കുമ്പോ അവൻ പന്നിക്കൂട്ടിൽ പന്നികൾക്ക് തിന്നാൻ കിട്ടുന്ന തവിട് പോലും തിന്നാൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിലാണ് ധൂർത്തപുത്രൻ റിയലൈസ് ചെയ്യുന്നത്, എൻ്റെ അപ്പന്റെ വീട്
എന്റെ അപ്പന്റെ വീട്, എന്റെ അപ്പൻ ഒരു വലിയ ധനാഢ്യനായ മനുഷ്യനാണ്. എന്റെ അപ്പന് കുറെ ദാസന്മാരുണ്ട്. എന്റെ അപ്പന്റെ ദാസന്മാർ സുഭിക്ഷമായിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ മനുഷ്യരുണ്ട്. അവരെ ആരിങ്ങനെ അവിടെയും പന്നിയുണ്ട്, അവിടെയും പന്നിക്കൂട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇവിടെ എനിക്ക് പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും തിന്നാൻ കിട്ടുന്നില്ല. എന്നാൽ എന്റെ അപ്പന്റെ പന്നിക്കൂട്ടിൽ ജോലി ചെയ്യുന്നവര് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, അവര് സുഖമായിട്ട് വസിക്കുന്നു. ഈ ഒരു ബോധ്യം അവന്റെ ഉള്ളിൽ കണ്ടിട്ട് ഞാൻ അപ്പനെതിരെ തെറ്റ് ചെയ്തു. അപ്പൊ അവൻ ആ പന്നിക്കൂട്ടിൽ തകർച്ചയുടെ പടുകുഴിയിൽ കിടന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ അപ്പന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. അതാണ് യഥാർത്ഥം. അതാണ് കുമ്പസാരത്തിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത്. ഞാൻ എന്റെ അപ്പന്റെ അടുത്തോട്ട് പോകും. അവൻ അവിടെ നിന്ന് ചിന്തിക്കുക, എന്റെ അപ്പനോട് പറയും, എന്റെ അപ്പനെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ പാപം ചെയ്തു. അപ്പന്റെ പുത്രൻ എന്ന് വിളിക്കണമെങ്കിൽ യോഗ്യതയില്ല. ഇതാണ് ഇതാണ് നല്ല കുമ്പസാരത്തിന് വേണ്ടി യഥാർത്ഥ ഒരുക്കം. ഒന്നാമത്തെ കാര്യം, പാപങ്ങളെല്ലാം ക്രമമായിട്ട് അവൻ അവിടെ കിടന്ന് ഓർത്തു. തനിക്ക് എവിടെയൊക്കെയാണ് പിഴച്ചു പോയത്, എവിടെയാണ് ഞാൻ വീണു പോയത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് ഞാൻ എന്റെ അപ്പനെ ധിക്കരിച്ചത്, ഇവൻ അവിടെ കിടന്നത് ഓർത്തിട്ട് എന്ത് ചെയ്തു? അവൻ അവിടെ വെച്ച് തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ അപ്പനോട് പറയും. എന്താ പറയണേ? ഞാൻ സ്വർഗത്തിനെതിരെയും അങ്ങേക്കെതിരെയും പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. ഒരു ദാസനായി, ഒരു പണിക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് ഞാൻ എന്റെ അപ്പനോട് പറയും. ഇതാണ് യഥാർത്ഥ പശ്ചാത്താപം. നല്ല കുമ്പസാരത്തിന് രണ്ടാമത്തെ കാര്യം. നമ്മൾ ഈ പശ്ചാത്താപം, അനുതാപം കുറെ കേട്ടു. എന്താ ഈ പശ്ചാത്താപം? പശ്ചാത്താപം എന്നുള്ള തിയറി കുറെ പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യം, എന്താ പശ്ചാത്താപം എന്ന് മനസ്സിലാക്കണം. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടന്ന് ചിന്തിച്ച ആ വാക്കാണ്. ഞാൻ എന്റെ അപ്പനോട് പറയും, അപ്പന്റെ അടുത്ത് പോകും. അപ്പോഴും പറഞ്ഞിട്ടില്ല, അവൻ ചിന്തിക്കുക അവിടെ കിടന്നുകൊണ്ട്. അങ്ങനെയാണല്ലോ ബൈബിൾ കൃത്യമായിട്ട് പറയുന്നേ. അവൻ അവിടെ കിടന്ന് ചിന്തിക്കുവാണ്. അവൻ ചിന്തിക്കുന്നത് എന്താ? ഞാൻ എന്റെ അപ്പന്റെ അടുത്തോട്ട് പോകും, എന്റെ അപ്പനോട് പറയും, ഞാൻ അപ്പനെതിരെ തെറ്റ് ചെയ്തു, ഞാൻ കുമ്പസാരിക്കും എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അവിടെയാണ് പശ്ചാത്താപം തുടങ്ങണേ. ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള ബോധ്യം ഉണ്ടാവുകയാണ്. അതിനെന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? പാപം എന്താണെന്ന് അറിയണം. ചിലർക്ക് ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഞാൻ ചെയ്തത് പാപമാണെന്ന് തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പാപം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം പാപം എന്താണെന്ന് തിരിച്ചറിയണം, പാപമാണെന്ന് ബോധ്യപ്പെടണം. ഈ ബോധ്യപ്പെട്ട പാപം ഞാൻ എന്റെ അപ്പനോട് പോയി ഏറ്റുപറയുന്ന ഒരു തീരുമാനം എടുക്കണം. ഈ തീരുമാനം എടുക്കുമ്പോണ്ടല്ലോ അവന്റെ ഉള്ളിലുള്ള വികാരമുണ്ട്. ഞാൻ എന്റെ അപ്പനോട് പറയും, എന്റെ അപ്പ എന്നെ തിരിച്ചെടുക്കണേന്ന് പറയുമ്പോ അത് അവന്റെ ചങ്ക് പൊളിഞ്ഞു വരുന്ന വേദനയാണ്. യഥാർത്ഥത്തിൽ ചങ്ക് തുറന്ന് വരുന്ന വേദനയാണത്. ഈ വേദന അവന് ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഒരിക്കലും വീണ്ടും എന്ത് ചെയ്യില്ല? പാപം ചെയ്യില്ല. പിന്നെ അവൻ പാപം ചെയ്യുവോ? അവൻ ചെയ്യില്ല. അവനൊരു ഉറപ്പുണ്ട്, ഞാൻ ഇനിമേൽ പാപം ചെയ്യുകയില്ല. കാരണം ഞാൻ ഇനി അപ്പന്റെ വിട്ടു പോകില്ല. എന്റെ അപ്പ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, എന്നൊരു പണിക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്റെ അപ്പനെ വിട്ടു പോകില്ല. ഈ ബോധ്യമാണ് യഥാർത്ഥ അനുതാപം. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലെയും കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടി ഒന്ന് ഷോർട്ടായിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥ അനുതാപം. ഈ അനുതാപം ഉള്ള ഒരു മനുഷ്യൻ പിന്നീട് ഒരിക്കലും ദൈവത്തെ വിട്ടു പോകില്ല. പിന്നെ അവിടെയാണ് ഈ യഥാർത്ഥ അനുതാപം ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി എടുക്കുന്ന തീരുമാനമാണ്, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള ഉറപ്പ്. ധൂർത്തപുത്രൻ പിന്നെ പോയില്ല. മൂത്തപുത്രൻ ചിലപ്പോ അപ്പനോട് മല്ലടിച്ച് കാണും, പക്ഷെ ധൂർത്തപുത്രൻ പിന്നെ പോയില്ല. കാരണം എന്താണെന്നറിയോ? അവൻ ഓൾറെഡി തീരുമാനിച്ച് നല്ല കുമ്പസാരം നടത്താൻ ഉറപ്പിച്ചാവും വന്നത്. അവൻ നല്ല കുമ്പസാരം പിതാവിന്റെ മുന്നിൽ നടത്തുകയും ചെയ്തു. ഈ നല്ല കുമ്പസാരം അവൻ നടത്തി കഴിഞ്ഞാൽ അവന്റെ പാപത്തെ കുറിച്ച് യഥാർത്ഥമായ ബോധ്യത്തിലാണ് അവൻ കുമ്പസാരം നടത്തിയത് എങ്കിൽ പിന്നെ അവന് പാപം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാപം വീണ്ടും ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണമാണ് നമ്മൾ നല്ല കുമ്പസാരം ഇതുവരെ നടത്താറില്ല. കള്ളക്കുമ്പസാരമാണ് നടത്തുന്നത്. നല്ല കുമ്പസാരം അല്ലെങ്കിൽ പിന്നെ അതിന് ഓപ്പോസിറ്റ് കള്ളക്കുമ്പസാരമാണ്. നമ്മളെപ്പോഴും നടത്തുന്നത് കള്ളക്കുമ്പസാരമാണ്. ഇതാണ് നമുക്ക് പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം. വിശുദ്ധന്മാര് കുമ്പസാരിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാ ദിവസവും ഒരേ പാപങ്ങളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ മുമ്പിൽ എന്റെ അപ്പനെ വേദനിപ്പിക്കുന്ന ഏതൊരു കാര്യവും, ഞാൻ പണ്ട് ഓർക്കുന്നു, ഞങ്ങള് സെഹിയോനിൽ സേവ്യർ കാർമട്ടാലിസിന്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ അച്ഛൻ നമ്മളെ കറക്റ്റ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ നമ്മളെ കറക്റ്റ് ചെയ്യും. സാധാരണ ചില ആൾക്കാരൊക്കെ നമ്മളെ വഴക്ക് പറയുക അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊരു ദേഷ്യം വരാറ്, അല്ലെ?
പക്ഷേ വട്ടായിലച്ചൻ ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്റെ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വട്ടായിലച്ചൻ ഞങ്ങളോട് എന്തെങ്കിലും കാര്യം കറക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരുന്നു, ദൈവമേ ഞാൻ ആ ചെയ്ത് തെറ്റായി പോലെ ആ ചെയ്ത റോങ് ആയിട്ടുള്ള ഒരു കാര്യം അച്ഛന് വിഷമമായല്ലോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മളോട് ഒരാൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളോട് ദേഷ്യം തോന്നാറ്. പക്ഷെ ഞങ്ങൾക്ക് തോന്നിക്കൊണ്ടിരുന്നത് എന്താ, ഞങ്ങൾ ചെയ്ത ആ ഒരു കുരുത്തക്കേട് അല്ലെങ്കിൽ ആ ഒരു തെറ്റ് അത് അച്ഛന് വിഷമായല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ആത്മാവിന് കുമ്പസാരിക്കണം. ഞാൻ ചെയ്യുന്ന തെറ്റ് എന്റെ ഈശോയ്ക്ക് വേദനയായല്ലോ, ഇനി ഞാനത് ആവർത്തിക്കില്ല. അപ്പൊ ഒരു എന്താ പറയാ, വിശുദ്ധന്മാരുടെയൊക്കെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ മാരക പാപങ്ങളായിരുന്നില്ല. ഒരു ചെറിയ അശ്രദ്ധ പോലും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്തുള്ള ഒരു പലവിചാരം പോലും അവർക്ക് മാരക പാപങ്ങളായി അവർ ഏറ്റു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് 46-ാമത്തെ വയസ്സിൽ 1226 വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിക്കുക. അതായത് ഇപ്പൊ 2026 800 വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിക്കാൻ പോകുന്ന സമയത്ത്, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ എന്താ, എന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ നിന്ന് ഉടനെ വേർപെടും. ഏതാനും കുറച്ച് സമയം പറഞ്ഞത് 10 വിനാഴിക സമയത്തേക്ക് എന്റെ ശരീരത്തിൽ നിങ്ങൾ ആരും സ്പർശിക്കരുത്. അതിനുശേഷം എന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി തെമ്മാടി പറമ്പിൽ കുഴിവെട്ട് മൂടുക, കാരണം ഞാൻ മാരകപാപിയാണ്. 25-ാമത്തെ വയസ്സിൽ എല്ലാം വിട്ടെറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ച് അപ്പോഴും മരിക്കാൻ പോകുന്ന സമയത്തും ഫ്രാൻസിസിനുണ്ടായ ചിന്ത എന്താണെന്നറിയോ, എന്റെ ദൈവത്തിനെതിരെ പാപം ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഈ ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ അനുതാപം എന്ന് പറയുന്നത്. മരണത്തിന്റെ സെക്കൻഡിൽ പോലും, അതായത് 25 വയസ്സിന് ശേഷം പിന്നെ പാപം ചെയ്തിട്ടില്ല എന്ന് മീൻസ് മാരക പാപങ്ങൾ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ജഡിക ചിന്ത ഉണ്ടാവും, വേഗം പോയി റോസാത്തോട്ടത്തിൽ കിടന്ന് ഉരുളുമായിരുന്നു. അപ്പൊ ഇത്രയും പീഡകൾ, ശാരീരികമായ പീഡകൾ സഹിച്ച് പാപത്തിനെതിരെ ഫൈറ്റ് ചെയ്ത മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയി തെമ്മാടി പറമ്പിൽ കുഴിവെട്ടി മൂടണം, കാരണം ഞാൻ മാരക പാപിയാണ്. നമ്മളിൽ എത്ര പേർക്കുണ്ട് ഈ ഒരു ബോധ്യം? ഒരു മഹാവിശുദ്ധൻ പറയുന്നതാണ്, നമ്മുടെ മുമ്പിൽ അദ്ദേഹം രണ്ടാമത്തെ ക്രിസ്തു മഹാവിശുദ്ധനാണ്. ഇത് മരണത്തിന്റെ സെക്കൻഡിൽ പറയാണ്. എന്നിട്ട് സഹോദരി മരണമേ വരിക എന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് മരിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പാപം. ഈ പാപം എങ്ങനെ ഞാൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് വായിക്കാം. ഒരു യഥാർത്ഥ അനുതാപത്തിന് എന്താണ് ആവശ്യം? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനോട് ചേർത്ത് പറഞ്ഞു പോയി, എന്നാൽ പോലും അത് നമുക്ക് വായിച്ച് ചില പോയിന്റ്സ് ഒന്ന് കണ്ട് കാണാം. ഒരു പാപിക്ക് യഥാർത്ഥ അനുതാപം ഉണ്ടാകണമെങ്കിൽ താൻ ദൈവത്തോട് ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അവയെ തിരിച്ചറിയുകയും സ്വയം പാപി എന്ന് കുറ്റം വിധിക്കുകയും എളിമപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയത്. അതായത് എന്താണ് പറഞ്ഞത്, താൻ ദൈവത്തോട് ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. കണ്ടോ, താൻ ദൈവത്തോട് ചെയ്ത ദ്രോഹത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. വെറുതെ നമ്മൾ പോയിട്ട് കുമ്പസാരക്കൂട് കണ്ടു, ഒരച്ഛൻ വെറുതെ ഇരിക്കുകയാണ്, എന്തായാലും കുമ്പസാരിച്ചിട്ടില്ല, ഓടിപ്പോയി കുമ്പസാരിച്ചേക്കാം, ആ കുമ്പസാരത്തെ കള്ള കുമ്പസാരം എന്ന് വിളിക്കും. അത് കടം തീർക്കലാണ് ആ കുമ്പസാരം, കടം തീർക്കൽ. ഞാനൊരു സംഭവം പറയാം. ഇറ്റലിയില് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാം. ഇറ്റലിയിൽ ഒരു സംഭവം പറയാം. ഇറ്റലിയില് ഒരു സിസ്റ്റർ, വിശുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വലിയ മാരക പാപങ്ങളൊന്നും ചെയ്ത സിസ്റ്റർ അല്ല, ഒരു പാവപ്പെട്ട ഒരു അമ്മ, സങ്കീർത്തിയുടെ ഒരു ചുമതലക്കാരിയായിരുന്നു, അല്ലെങ്കിൽ സങ്കീർത്തി നോക്കിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പ്രായമായി, പെട്ടെന്ന് ഒരു ദിവസം സിസ്റ്റർ മരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിസ്റ്ററിന് പകരം വേറൊരു ജൂനിയർ സിസ്റ്റർ അവിടെ ചാർജ് ഏറ്റെടുത്തു, സങ്കീർത്തിയുടെ ചാർജ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്റർ മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം
ഒരു ദിവസം ഈ കൊച്ചു സിസ്റ്റർ സങ്കീർത്തിയിൽ എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കീർത്തിയുടെ വാതിലിന് പുറത്തു നിന്ന് ഏങ്ങൽ അടിച്ചുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നു. ഏന്തി കരയാണ്. അപ്പോ ഈ കൊച്ചു സിസ്റ്റർ ഇത് ആരെ ഇവിടെ നിന്ന് കരയണേന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയ സമയത്ത് സിസ്റ്റർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മരിച്ചുപോയ ഈ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെ ഈ സങ്കീർത്തിയുടെ തന്നെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന സിസ്റ്റർ അവിടെ നിൽക്കുവാണ്, വാതിന്റെ പുറത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ ഇത് വല്ല സ്വപ്നമാണോ എന്ന് നോക്കി അല്ല റിയൽ ആയിട്ട് കാണുവാണ്. അപ്പോ ഈ കൊച്ചു സിസ്റ്റർ പാവം അതിന് വലിയ ഇതൊന്നുമില്ല. സിസ്റ്റർ ചോദിച്ചു, സിസ്റ്റർ എന്നെ ഇവിടെ നിൽക്കണേ, എന്താ മരിച്ചിട്ട് എന്താ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിച്ചു. എന്താ ഇവിടെ നിൽക്കണേ, അപ്പൊ എന്താ ഇവിടെ നിങ്ങൾക്ക് അറിയണേന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, മോളെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീയും നമ്മുടെ കമ്മ്യൂണിറ്റിയോട് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൽ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സിസ്റ്റർ കൊച്ചു സിസ്റ്റർ ചോദിച്ചു, അമ്മ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൽ പീഡ അനുഭവിക്കാൻ കാരണമായ പാപം എന്താണ്? അമ്മ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൽ പീഡ അനുഭവിക്കാൻ കാരണമായ പാപം എന്താണ്? പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? മോളെ, ഞാൻ വലിയ മാരക പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കാൻ കാരണമായ കുറ്റം വേണ്ടത്ര ഒരുക്കമില്ലാതെ അയോഗ്യതയോടെ കുമ്പസാരിച്ചു എന്നുള്ളതാണ്. വേണ്ടത്ര ഒരുക്കമില്ലാതെ അയോഗ്യതയോടെ കുമ്പസാരിച്ചു എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കാൻ കാരണമായ കുറ്റം. എന്നിട്ട് ഈ സിസ്റ്റർ ഇങ്ങനെ മരത്തിന്റെ വാതിലാണല്ലോ, വാതിലിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാന്നൊക്കെ ഏറ്റവും ആ സിസ്റ്റർ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പോയി. ഈ കൊച്ചു സിസ്റ്റർ പോയ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ മരത്തിന്റെ വാതിലിലേക്ക് നോക്കിയപ്പോ ആ സിസ്റ്റർ കൈവച്ചിരിക്കുന്ന അത്രയും സ്ഥലത്ത് ഒരു തീക്കനല് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അത് കത്തിപ്പോവും അല്ലെ? തീക്കനല് അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ് അല്ലെങ്കിൽ ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ ഒരു മെറ്റലിന്റെ ഒരു സാധനം തീയിൽ കൊണ്ടുപോയി നന്നായിട്ട് പഴുപ്പിച്ച് അവിടെ കുറച്ചു നേരം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരം കത്തി അവിടെ എന്ത് ഷേപ്പുള്ള സാധനം ആ ഷേപ്പ് അവിടെ മരം കത്തിയിരിക്കുന്നത് കാണാം അല്ലെ? ഈ സിസ്റ്റർ കൈ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ കൈപ്പത്തിയുടെ ഷേപ്പില് ആ വാതിലിന്റെ മരം കത്തി അവിടെ ഇങ്ങനെ ഒരു കൈപ്പത്തി തെളിഞ്ഞിരിക്കുന്നു. ഇന്നും ഇറ്റലിയില് ആ കോൺവെന്റില് ആ സങ്കീർത്തിയുടെ വാതിലിൽ ആ കൈപ്പത്തി ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് നമുക്കത് കാണാം. അപ്പൊ നോക്കിക്കേ, ആ പാപത്തിന്റെ എന്താണ് പാപം? ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന പാപം എന്ന് പറയുന്നത് ലഘുപാപമാണ്. എന്താണ് പാപം? വേണ്ടത്ര ഒരുക്കമില്ലാതെ കുമ്പസാരിച്ചു. ഇവിടെ നോക്കിക്കേ, താൻ ദൈവത്തോട് ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അവയെ തിരിച്ചറിയുകയും സ്വയം പാപി എന്ന് കുറ്റം വിധിക്കുകയും എളിമപ്പെടുത്തുകയും ചെയ്ത അത്യാവശ്യമാണ്. ഇതാണ് ഫ്രാൻസിസ് മരിക്കാൻ പോണ സമയത്തും ചെയ്തത്. ഓക്കെ, ബാക്കിയൊന്ന് വായിച്ചു ചേട്ടാ. ആരെങ്കിലും ഒരാൾ വായിക്കാവോ? ബാക്കിയൊന്ന്. ദൈവത്തിന്റെ മഹാശക്തി പ്രതാപത്തിന്റെ മുമ്പിൽ സ്വയം പാപിയാണെന്നും നന്ദി കെട്ടവനാണെന്നും ദൈവത്തോട് മറുതലിച്ചവനാണെന്നും വെറും വിലകെട്ട സന്തോഷത്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ച് വീണ്ടെടുത്ത ആത്മാവിനെ പല പ്രാവശ്യം ദൈവത്തിന്റെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പോയി എന്നും ഏറ്റുപറയണം. തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവിടുത്തെ അനന്തകരുണയിൽ നിന്നും അളവില്ലാത്ത നന്മയിൽ നിന്നും കൃപയും പാപമോചനവും യാചിക്കുകയും വേണം. ദൈവത്തിന്റെ മഹാശക്തി പ്രതാപത്തിന്റെ മുമ്പിൽ സ്വയം പാപിയാണെന്നും നന്ദി കെട്ടവനാണെന്നും ദൈവത്തോട് മറുതലിക്കുന്നവനാണെന്നും വെറും വിലകെട്ട സന്തോഷത്തിന് വേണ്ടി ദൈവം നോക്കിക്കേ, വെറും വിലകെട്ട സന്തോഷം അല്ലെ? വെറും വിലകെട്ട സന്തോഷത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച് വീണ്ടെടുത്ത ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചതുമാണ്, പിന്നെ യേശുവിന്റെ രക്തം മൂലം വീണ്ടെടുത്തതുമാണ്. അതാണ് 2 പോയിന്റ്, ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ദൈവം സൃഷ്ടിച്ച്, രണ്ടാമത്തത് വീണ്ടെടുത്തപ്പോഴാ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ. അപ്പൊ വെറും വിലകെട്ട സന്തോഷത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച വീണ്ടും അവന്റെ പീഡാസഹനത്തിലൂടെ വീണ്ടെടുത്ത
ആത്മാവിനെ പല പ്രാവശ്യം ദൈവത്തിന്റെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പോയി എന്നും ഏറ്റുപറയണം. ഇതാണ് യഥാർത്ഥ അനുതാപം. ഇതാണ് യഥാർത്ഥ അനുതാപം. ഓക്കെ, അടുത്ത ഭാഗം വായിച്ചോ. അതിനാൽ അനുതാപി തന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ തന്നെ വിലകെട്ടതായി കരുതുകയും തന്റെ രക്ഷകനെ സ്തുതിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സ്വയം ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും സ്വന്തം ആധിപത്യത്തിന് കീഴിലാക്കിക്കൊണ്ട് ദൈവത്തിനും പ്രകൃതിക്കും തനിക്ക് തന്നെയും എതിരായിരിക്കുന്ന ഒരാൾ ജീവിക്കാൻ പോലും യോഗ്യനല്ല. പാപി മുഴുഹൃദയത്തോടെ കർത്താവിന്റെ തിരുവിഷ്ടത്തിന് ഒരു മിനിറ്റ് അനീഷ്, അല്ല സോറി സിജോ, ഒരു മിനിറ്റ്. സ്വയം ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അതായത് പിശാചിന്റെ ചിന്തയാണ് താൻ ദൈവമാണെന്നുള്ള ചിന്ത. പിശാചിന്റെ ഒരു അവസ്ഥയുടെ പ്രത്യേകത എന്താ? ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന, ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം, ദൈവത്തിന് ലഭിക്കേണ്ട ശ്രേഷ്ഠത, ഇതെല്ലാം തനിക്ക് വേണമെന്ന് ഒരുവൻ ആഗ്രഹിച്ചാൽ അവനെ വിളിക്കുന്ന പേരാണ് പിശാചി. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും സ്വന്തം ആധിപത്യത്തിന് കീഴിലാക്കിക്കൊണ്ട് ദൈവത്തിനും പ്രകൃതിക്കും തനിക്ക് തന്നെയും എതിര് നിൽക്കുന്ന ഒരാൾ ജീവിക്കാൻ പോലും യോഗ്യനല്ല. കാരണം അവൻ പിശാചിൽ നിന്നുള്ളവനാണ്. അവൻ പിശാചിന്റെ ആത്മാവ് ബാധിച്ചവനാണ്. അല്ലെ? പണ്ട് ഒരു നമ്മുടെ കേരളത്തിൽ ചില ലിറ്റർജിക്കൽ പ്രോബ്ലംസ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, യൂദാസിന്റെ പ്രേതം കൂടിയവൻ, യൂദാസിന്റെ പ്രേതം കൂടിയ വ്യക്തിയെന്ന്. എന്ന് പറഞ്ഞതുപോലെ പിശാചിന്റെ ആത്മാവ് ബാധിച്ച വ്യക്തിയാണ്. അതാ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാം? സ്വയം ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൂടി എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും സ്വന്തം ആധിപത്യത്തിന് കീഴിലാക്കിക്കൊണ്ട് ദൈവത്തിനും പ്രകൃതിക്കും തനിക്ക് തന്നെയും എതിര് നിൽക്കുന്ന ഒരാൾ ദൈവത്തിന് എതിര് നിൽക്കും, പ്രകൃതിക്ക് എതിര് നിൽക്കും, തന്റെ ആത്മാവിന് തന്നെ എതിര് നിൽക്കും. അവൻ ജീവിക്കാൻ പോലും യോഗ്യനില്ല. കാരണം എന്താ? അവൻ പിശാച് ബാധിച്ചവനാണ്. അതിനാൽ അനുതാപി തന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ തന്നെ വിലക്കെട്ടവനായി കരുതണം. അനുതാപി തന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ താൻ തന്നെ ദൈവത്തിനെതിരെ പാപം ചെയ്തതോട് ഒരു വിലകെട്ട അല്ലെങ്കിൽ പാപിയാണെന്നുള്ള ബോധ്യം, അങ്ങനെ പാപിയാണെന്ന് കരുതി തന്റെ രക്ഷകനെ സ്തുതിക്കുക. അപ്പൊ ഞാൻ വിലകെട്ടവനാണ്, ഞാൻ പാപിയാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോ എനിക്കൊരു രക്ഷകൻ ഉണ്ടെന്നുള്ള ബോധ്യം വരും. ഞാൻ വിലകെട്ടവനാണ്, ഞാൻ പാപിയാണെങ്കിൽ എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു രക്ഷകനുണ്ട്. ആ രക്ഷകനെ സ്തുതിക്കണം, ആ രക്ഷകന് നന്ദി പറയണം, ആ രക്ഷകനെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മുടെ രക്ഷകനെ കാണണം, അവനെ സ്തുതിക്കണം, ആ രക്ഷകന് നന്ദി പറയണം, അവനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതാണ് അനിവാര്യമായത്. ഓക്കെ, പാപി മുഴു ഹൃദയത്തോടെ കർത്താവിന്റെ തിരുവിഷ്ടത്തിന് പിന്നെ സ്വതന്ത്രമായി സ്വയം വിട്ടുകൊടുക്കേണ്ടതും സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്താണ് അത്യാവശ്യമായിട്ടുള്ളത്? പാപി മുഴുവൻ ഹൃദയത്തോടെ കർത്താവിന്റെ തിരുവിഷ്ടത്തിന് സ്വതന്ത്രമായി സ്വയം വിട്ടുകൊടുക്കുക. അതായത് നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഴുവൻ ഹൃദയം ഉണ്ടാവണം. ഇതെന്റെ യഥാർത്ഥ ഹൃദയത്തിന്റെ ആഗ്രഹമായിരിക്കണം. എനിക്ക് തന്നെ ആഗ്രഹം, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. ആദ്യം ഇഷ്ടം വേണം. എനിക്ക് പാപം ഉപേക്ഷിക്കണം എന്നുള്ള, നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. ഇത് നിങ്ങൾക്ക് ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് തരികയാണ്. നിങ്ങൾ കുമ്പസാരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാപം, ഞാൻ എന്റെ ജീവിത പങ്കാളിയുമായി ശണ്ട കൂടി ഇതായിരിക്കും പറയണേന്ന് വിചാരിക്കും. അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, എക്സാമ്പിൾ ആണ്. ഞാൻ എന്റെ ജീവിത പങ്കാളിയുമായി ശണ്ട കൂടി എന്ന് നീ കുമ്പസാരത്തിൽ ഏറ്റു പറയുമ്പോ തന്നെ നിനക്കറിയാം നാളെയും ഞാൻ ശണ്ട കൂടും. അതല്ലാന്ന് ഉള്ളവർ പറയട്ടെ, നാളെയും ശണ്ട കൂടും എന്ന ഉറപ്പോടുകൂടി ഇന്ന് പോയി കുമ്പസാരിച്ചേ ഇതിനെന്ത് വിളിക്കും?
ഇതെന്നെ കർത്താവിനെ പറ്റിക്കുന്ന പരിപാടിയാ. പിന്നെ എന്തിനാ പറഞ്ഞേ? നാളെ ചണ്ട കൂടുന്ന ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിനാ പറഞ്ഞത്? പക്ഷെ നീ കുമ്പസാരിക്കുന്ന സമയത്ത് തന്നെ നിനക്ക് അറിയാം നീ പോയി ഇനിയും ചണ്ട കൂടുന്ന്. എന്തിന്? കുമ്പസാരം കഴിഞ്ഞ് വീട്ടിലെത്തി അടുത്ത ദിവസം ഒരു യോഗ്യതയോടെ ഒരു പ്രാവശ്യം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചണ്ട കൂടുമെന്ന് അറിയാം. എന്നിട്ടും പോയി ഏറ്റു പറയാണ് ഞാൻ ചണ്ട കൂടി. എന്തിനത് പറഞ്ഞേ? അതിന്റെ ആവശ്യം എന്താ? അനുതാപം ഉണ്ടോ? അനുതാപം ഉണ്ടെങ്കിൽ ഇനി ഒരു തീരുമാനം എടുക്കും, ഞാൻ ചണ്ട കൂടില്ല. ഇനി എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് ഞാൻ ചണ്ട കൂടില്ല. അത് ഒരു എക്സാമ്പിൾ ആണ്. ഓരോ പാപങ്ങളും അങ്ങനെ നിങ്ങളുടെ പാപങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. അങ്ങനെ ഏറ്റുപറഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവനെ മഹത്വപ്പെടുത്തി യഥാർത്ഥത്തിൽ അങ്ങനെ ഏറ്റുപറഞ്ഞാൽ പിന്നെ നമുക്ക് ചണ്ട കൂടെ പറ്റില്ല. ഇനി മനുഷ്യനാണ്, അറിയാതെ വീണുപോയി, കർത്താവെ തെറ്റുപറ്റിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഈ ചണ്ട കൂടില്ല എന്ന്. ഞാൻ കുമ്പസാരിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റു പറഞ്ഞ് ഞാൻ അനുദപിച്ചതാണ്, എന്നോട് ക്ഷമിക്കണേ. പിന്നെ അസ്വസ്ഥനായി, വേഗം പോയി. പിന്നെ യഥാർത്ഥ അനുതാപിയുടെ പ്രത്യേകത എന്താ അറിയും? പിന്നെ അറിയാതെ വീണ് പോയി കഴിഞ്ഞ് എന്റെ ഈശോയെ വേദനിപ്പിച്ചു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുമ്പസാരിച്ചപ്പോ ഞാൻ ഇനി പാവം ചെയ്യില്ലെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തതാ, ഞാൻ എന്റെ ഈശോയുടെ അടുത്തേക്ക് ഓടുവാണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുമ്പസാരക്കൂടെ അന്വേഷിച്ച് ഓടും. ഇതാണ് വിശുദ്ധർക്ക് ഉണ്ടായത്. ഇതാണ് നമ്മൾ വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മള് മിക്കവാറും നരകത്തിൽ പോകാനും വിശുദ്ധ സ്വർഗത്തിൽ പോകാനുള്ള കാരണം. എല്ലാം പറഞ്ഞു നമ്മൾ മിക്കവാറും ഈ പോക്ക് പോയാൽ ഈ പോക്കാണ് പോണെങ്കിൽ നരകത്തിൽ പോകും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇനി കഴിഞ്ഞ ദിവസം ഞാനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു വ്യക്തി എന്നോട് ചോദിച്ചാണ്, ബ്രദറെ, ദൈവം ഒരാളെ ശിക്ഷിക്കുമോ? ദൈവസ്നേഹമല്ലേ? ഇന്ന് കരുണയുടെ ദിവസമാണ്, ഇന്ന് കരുണയുടെ തിരുനാളിന്റെ ദിവസമാണ്. അപ്പോ ദൈവം ഒരാളെ ശിക്ഷിക്കുമോ? ഞാനപ്പോ ആ സഹോദരനോട് പറഞ്ഞു, ദൈവം ശിക്ഷിക്കില്ല. ദൈവത്തിന്റെ സ്വഭാവം ശിക്ഷിക്കുന്ന സ്വഭാവമല്ല. പിന്നെ എന്താ ശിക്ഷ? പുതിയ നിയമപ്രകാരം ശിക്ഷ എന്നുള്ളത് പഴയ നിയമപ്രകാരം ദൈവം നീതിയാണ്. നീതിയാൽ ശിക്ഷയുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ ഈശോയുടെ കുരിശുമരണത്തോടെ നീതി പോയി, നീതിക്ക് മേൽ കരുണ വിജയം പ്രാപിച്ചു. ഇനിയുള്ളത് കരുണയാണ്. പക്ഷെ പാപി പാപം ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുക എന്ന് വെച്ചാൽ ചെയ്യണം. അതെന്താണെന്നറിയോ? പാപത്തിന്റെ സ്വഭാവമാണ്. പാപത്തിന്റെ സ്വഭാവമാണ്. കുപ്പിച്ചില്ലയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ കുപ്പിച്ചില്ലിന്റെ സ്വഭാവമുണ്ട്. അതിന്റെ കൂർത്ത അരങ്ങൾ നിന്റെ കാല് മുറിവേൽപ്പിക്കും എന്നുള്ളത് കുപ്പിച്ചില്ലിന്റെ സ്വഭാവമാണ്. അത് ദൈവത്തിന് ശിക്ഷയല്ലെന്നേ. നീ കുപ്പിച്ചില്ലയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ കുപ്പിച്ചില്ലിന്റെ കൂർത്ത അരങ്ങൾ നിന്റെ കാലിനെ അല്ലെങ്കിൽ നിന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കും എന്നുള്ളത് ആ കുപ്പിച്ചില്ലിന്റെ സ്വഭാവമാണ്. ഇതുപോലെ നീ ചെയ്ത പാപത്തിന്റെ സ്വഭാവമാണ് നിത്യനാശം. അത് ദൈവത്തിന്റെ ശിക്ഷയല്ല, അത് പാപത്തിന്റെ സ്വഭാവമാണ്. പാമ്പിന്റെ സ്വഭാവം, പട്ടിക്കുട്ടിയെ നമുക്ക് ഇണക്കി വളർത്താം, കാരണം പട്ടിക്കുട്ടിയുടെ സ്വഭാവം ഇണങ്ങുന്ന സ്വഭാവമാണ്. പക്ഷെ മൂർഖൻ പാമ്പിനെ ഇണക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഇണങ്ങുന്ന ജീവിയല്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഈ കുറെ റീൽസ് ഒക്കെ ഇടുന്ന പയ്യന്മാര് കഴുത്തെ കൂടെ, അത് കടിക്കാത്ത പാമ്പാണ്. കടിക്കാത്ത പാമ്പിനെ കഴുത്തിലോ തലയിലോ ഒക്കെ ചുറ്റിവിടോ, ഒരു കുഴപ്പമില്ല. ആ സമയം മൂർഖൻ പാമ്പിനെ ചില ആൾക്കാർ ഉമ്മ വെക്കാറുണ്ട്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ നേച്ചർ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവൻ അതിനെ ഉമ്മ വെക്കുന്നേ. വാവ സുരേഷ് മറ്റേ രാജവെമ്പാലയുടെ ഉമ്മ വെക്കാറുണ്ട്. എന്താ കാരണം? രാജവെമ്പാലയുടെ നേച്ചർ വാവ സുരേഷിന് അറിയാം. കാരണം അതിന്റെ മുമ്പിൽ ഒരു പ്രത്യേക വസ്തു ചലിപ്പിക്കുന്നത് വെച്ചാൽ, ഈ മൂർഖൻ പാമ്പാണെങ്കിലും രാജവെമ്പാലയാണെങ്കിലും അത് ആ വസ്തുവിനെ ഫോക്കസ് ചെയ്യും. പിന്നെ അവന്റെ സൈഡിലോ പുറകിലോ എന്ത് നടന്നാലും അത് അറിയില്ല. അതാണ് ആ പാമ്പിന്റെ സ്വഭാവം. അതുകൊണ്ട് പാമ്പിനെ പുറകിൽ നിന്ന് മുമ്പിലൊരു വസ്തുവിനെ തന്നെ ചലിപ്പിച്ചുകൊണ്ട് പുറകിൽ ഒന്ന് ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ആ സമയം വാവ സുരേഷ് എന്തുകൊണ്ടാണ് അണലി പാമ്പിന് ഉമ്മ വെക്കാത്തത്? അണലി പാമ്പിന്റെ പ്രത്യേകത എന്താ? അവൻ ഈ സ്പ്രിങ് പോലെ വന്ന് ഏത് ദിശയിൽ നിന്നും കടിക്കും. അവന്റെ കോൺസെൻട്രേഷൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല, അവൻ ചുറ്റുപാട് ശ്രദ്ധയുള്ളവരാണ്. അപ്പൊ അത് ആ പാമ്പിന്റെ നേച്ചറാണ്. പാമ്പിനെ അതുകൊണ്ട് തന്നെ ഇണക്കാൻ പറ്റില്ല. വാവ സുരേഷ് ICUവിൽ മരിക്കാൻ കിടന്നതിന് കാരണം വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് വാവ സുരേഷ് തന്നെ പറയുന്നുണ്ട്. പുള്ളിക്ക് എവിടെന്നെങ്ങാണ്ട് കിട്ടിയ പാമ്പിന്റെ മുട്ട സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് അടവെച്ച് അതിനെ വിരിയിപ്പിച്ച് അതിനെ വളർത്തി, അതിന് ഫുഡ് കൊടുത്ത് വളർത്തി, അതിനെ കാട്ടിക്കൊണ്ടുപോയി കളയുന്നതിന് മുമ്പ് ആ പാമ്പിന്റെ കടി കൊണ്ട് തന്നെ വാവ സുരേഷ് ICUവിലായി. അങ്ങനെയാണ് ഈ വാവ സുരേഷ്
അത് വലുതായതിനു ശേഷം. അങ്ങനെയാണെങ്കിൽ വാവാ സുരേഷ് പാലൂട്ടി വളർത്തിയ പാമ്പ് കണ്ടോ, അതിനെ ഇണക്കാൻ പറ്റൂല, പാമ്പിനെ ഇണക്കാൻ പറ്റില്ല. പാമ്പാട്ടി പെട്ടിയിൽ കൊണ്ടുവരുന്നത് ഇണക്കിയ പാമ്പല്ല. പാമ്പാട്ടി മകുടി ഊതുമ്പോൾ അത് ചലിക്കുന്നത് എന്തുകൊണ്ടാ? അതിന്റെ കോൺസെൻട്രേഷൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. പാപത്തിന്റെ പ്രത്യേകതയാണ് നാശം, പാപത്തിന്റെ പ്രത്യേകതയാണ് മരണം. ബാക്കി ഒന്ന് 2 പാരഗ്രാഫ് കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ. വായിക്കാവോ? അവൻ ക്രമരഹിതമായ ആനന്ദവും സംതൃപ്തിയും സൃഷ്ടാവിൽ എന്നതിലുപരി സൃഷ്ടികളിൽ തേടിയതിനാൽ ഇനിമേലിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ലെന്നും സൃഷ്ടവസ്തുക്കളെ തന്റെ അത്യാവശ്യത്തിന് സേവിച്ചുകൊണ്ടും ദൈവത്തിന് പ്രിയങ്കരമല്ലാത്തതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് അവിടത്തേക്ക് മാത്രം മുഴുവൻ സ്നേഹവും നൽകുമെന്നും തീരുമാനിച്ചുറക്കണം. കൂടാതെ പാപി തന്നെ ദൈവത്തിന്റെയും വൈദികന്റെയും മുമ്പിൽ സ്വയം എളിമപ്പെടുത്തണം. വലിയ വേദനയോടെ അല്ലെങ്കിൽ യഥാർത്ഥ അനുതാപം വേണം എന്ന ആഗ്രഹത്തോടെ, സത്യസന്ധമായി തെറ്റിൽ നിന്ന് പിന്മാറണമെന്ന ആഗ്രഹത്തോടെ പാപങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറയണം. അങ്ങനെ വൈദികനിൽ നിന്ന് പാപപൂർത്തിയും പ്രായശ്ചിത്തവും സ്വീകരിക്കുകയും മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുകയും വേണം. അപ്പോ ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു അനുതാപി അനുതാപി എന്ന് പറയുന്നത്, ഞാനൊരു അനുതാപി ആണെന്ന് ഇതിപ്പോ നമ്മള് ഒരു തിയറി പഠിക്കുകയല്ല, മറിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ കുമ്പസാരങ്ങൾ യഥാർത്ഥ അനുതാപത്തോടെ ഉള്ളതാണോ എന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ഇനി കരുണയുടെ തിരുനാളിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു തിരിഞ്ഞുനോട്ടം നടത്താൻ സാധിച്ചു എന്നതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കാരണം ഈ കരുണയുടെ തിരുനാളിൽ ദൈവ കരുണയ്ക്ക് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന ഈ അതിക്രമങ്ങളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളിത് ശരിക്കും അതേ കാര്യങ്ങൾ ഞാനത് നേരത്തെ എക്സ്പ്ലെയിൻ പറഞ്ഞ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാനതങ്ങ് നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സഹോദരങ്ങളെ, നമ്മൾ പാപം എന്താണ് തിരിച്ചറിയുക, പാപത്തിന്റെ മേൽ ആധിപത്യം സ്വീകരിക്കുക, അല്ലെങ്കിൽ പാപത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക, ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ 2 അധ്യായങ്ങള്. പഴയതുപോലെ ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്ന ഹോംവർക്കുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, എഴുതി കഴിഞ്ഞവര് വ്യക്തിപരമായിട്ട് അയച്ചു തരണമെന്ന്. അപ്പോ അയച്ചു തരാത്തവര് സിസ്റ്ററിന് വ്യക്തിപരമായിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ. ഇനിയും അയച്ചു തരാത്തവര് 2 ആഴ്ച ഉണ്ടായിരുന്നു. സിസ്റ്ററിന് ഈ ദിവസങ്ങളിൽ തന്നെ വ്യക്തിപരമായിട്ട് അയച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നാളെ മുതൽ ഇന്ന് നമ്മൾ കണ്ട 2 അധ്യായങ്ങളുടെ വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ എല്ലാവരും ഇടുക. ഇന്ന് എന്തുകൊണ്ടെന്ന് അറിയില്ല, ഏറ്റവും കൂടുതലായിട്ട് വന്നത് 16 പേരാണ്. അത് ഞാനും സിസ്റ്റർ ഉൾപ്പെടെ 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അടുത്ത ആഴ്ച മുതൽ അത് സമ്മതിക്കില്ല, വരാത്തവരെ നമ്മൾ കട്ട് ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉഴപ്പാമെന്ന് ആരും വിചാരിക്കേണ്ട. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പുതിയ ബോധ്യങ്ങളെ കുറിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് പാപത്തെ കുറിച്ചും അനുതാപത്തെ കുറിച്ചും അങ്ങ് സംസാരിക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സകല മാലാഖമാരുടെയും വിശുദ്ധരുടെ അനന്ത യോഗ്യതകളോട് ചേർന്ന് ആ വൈദികരുടെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോ കർത്താവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് എല്ലാ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, പാപത്തെ കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.